അഗ്നി അഭിഷേകം. ദൈവം ചിലരെ തെരഞ്ഞെടുത്ത് പരിശുദ്ധാത്മ അഗ്നി കൊണ്ട് അഭിഷേകം ചെയ്ത് ചില പ്രത്യേക ദൗത്യത്തിനായി വേർതിരിക്കും. കരിക്കട്ടയായിരുന്ന ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് തീക്കട്ടയാക്കി മാറ്റും. സുവിശേഷ വേല ചെയ്യുവാൻ യാതൊരു യോഗ്യതയും എന്നിലില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിലും ദൈവത്തിന് നമ്മെ ആവശ്യമുണ്ട്. സുവിശേഷം ആരുടെയും ബുദ്ധിയിൽ ഉദിച്ച കാര്യമല്ലാത്തതിനാൽ ദൈവാത്മാവിന്റെ അഗ്നി അഭിഷേകം ലഭിക്കുന്ന ഒരാൾക്ക് ഏറ്റവും വിജയകരമായി അത് പ്രഘോഷിക്കാൻ സാധിക്കും. ആധ്യാത്മിക ജീവിതത്തിലും ശുശ്രൂഷ ജീവിതത്തിലും സ്വർഗത്തിലെ അഗ്നിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഓരോ സുവിശേഷകനും ലോകത്തിന്റെ തണുത്ത തെരുവുകളിൽ നിന്ന് പന്തം പോലെ പ്രകാശിക്കണം. ഒരു സുവിശേഷ പ്രഘോഷണം കഴിയുമ്പോൾ ജനം അനുതപിച്ച് കരയണം, മാനസാന്തരം ഉണ്ടാകണം. വചനം പ്രസംഗിക്കുന്നിടത്താണ് വിടുതൽ ഉണ്ടാകുന്നത്. പരിശുദ്ധാത്മാവാകുന്ന അഗ്നി അണയാതെ ജ്വലിച്ചു നിൽക്കാൻ പ്രാർത്ഥന, വിശുദ്ധ കുർബാന, വചനം, പരിത്യാഗം ഇവയാകുന്ന വിറക് വച്ച് ഇടയ്ക്കിടെ ഊതി കൊടുത്തുകൊണ്ടിരിക്കണം. ഏത് ശുശ്രൂഷയും വിജയകരമായി നിർവഹിക്കാൻ പരിശുദ്ധാത്മ ശക്തി ആവശ്യമാണ്. അഗ്നിയാലുള്ള സുവിശേഷവൽക്കരണമാണ് ഇന്നിന്റെ ആവശ്യം. നശിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളെ കുറിച്ച് ഒരു ആത്മഭാരം അവിടുന്ന് നമ്മിൽ നിറയ്ക്കും. ഒരു ശുശ്രൂഷകന്റെ ജീവിതം ദൈവിക പദ്ധതിക്കനുസൃതമായിരിക്കണം. സുവിശേഷകനിൽ അഗ്നി ഉണ്ടായിരിക്കണം. അവന്റെ സുവിശേഷ പ്രസംഗത്തിൽ അഗ്നി ഉണ്ടെങ്കിൽ അത് അനേകം ഹൃദയങ്ങളെ ജ്വലിപ്പിച്ച് ആളിക്കത്തിച്ച് മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടാക്കും. അഗ്നിയാലുള്ള സ്നാനമാണ് ശിഷ്യന്മാരെ രൂപാന്തരപ്പെടുത്തിയത്. അവസാനത്തെ ആത്മാവ് വരെ നരകത്തിൽ വീഴാതെ രക്ഷിക്കുവോളും ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം നഷ്ടപ്പെടാതെ ആത്മദാഹമാകുന്ന അഗ്നി കാത്തു സൂക്ഷിക്കണം. സുവിശേഷ അഗ്നിയാൽ നാം ജ്വലിച്ചാൽ ലോകത്തിലെ അഗ്നിക്ക് നമ്മെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കാൻ ഏറ്റവും പ്രധാനമായി വേണ്ടത് തീവ്രമായ ആഗ്രഹമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുമ്പോൾ വാക്കുകൾ അസ്ത്രം പോലെ കേൾവിക്കാരുടെ ഹൃദയങ്ങളിൽ ആഞ്ഞു തറയ്ക്കും. നമ്മുടെ ശുശ്രൂഷകൾ ജീവനും ചൈതന്യമുള്ളതും ആത്മശക്തി നിറഞ്ഞതുമായിരിക്കും. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമില്ലാതെ നമുക്ക് ദൈവജനത്തിന്റെ ആത്മാവിന്റെ അഗ്നിയാൽ ജ്വലിപ്പിക്കാനാകില്ല. ഒറ്റ ദിവസം കൊണ്ട് ഈ ദേശത്തിന്റെ പാപം തുടച്ചു മാറ്റും. സംഖ്യയുടെ പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യം. പാപത്തിന്റെയും രോഗത്തിന്റെയും ശാപത്തിന്റെയും ശക്തിയുടെ മേൽ പരിശുദ്ധാത്മാവ് അഗ്നി അഭിഷേകം അയച്ച് ചാമ്പലാക്കും. ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ആത്മാക്കളെ നേടണം. ആത്മാവ് നിറഞ്ഞ വ്യക്തികളുടെ മുഖത്തിനൊരു ശോഭയുണ്ട്. ഇത് പരിശുദ്ധാത്മാവ് ഉള്ളിൽ പ്രവേശിക്കുന്നത് കൊണ്ടാണ്. അഭിഷേകമുള്ള വ്യക്തികൾ വചനം പങ്കുവെക്കുമ്പോൾ കേൾക്കുന്ന വ്യക്തികളുടെ ഹൃദയത്തിലേക്ക് വചനം അഗ്നിയായി കടന്നു ചെല്ലുന്നു. ഈ അഗ്നി മനുഷ്യന്റെ ഉള്ളിലെ മജ്ജയിലേക്ക്, മാംസത്തിലേക്ക്, വിചാരങ്ങളിലേക്ക്, നിയോഗങ്ങളിലേക്ക് കടന്നു വന്ന് വെറുപ്പും വൈരാഗ്യവും കത്തിച്ചു കളഞ്ഞ് അവരെ പൂർണ്ണമായും സുഖപ്പെടുത്തും. സ്വർഗത്തിന്റെ അഗ്നി കൊണ്ട് നമ്മുടെ നാവിനെയും ഹൃദയത്തെയും വിശുദ്ധീകരിച്ചുകൊണ്ട് ഈശോയുടെ അത്ഭുത നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കാൻ അവിടുത്തെ കൃപ കൊണ്ട് നിറച്ച് ബലപ്പെടുത്തും. ആത്മാവാകുന്ന അഗ്നി നമ്മിൽ കത്തിയാലേ പ്രേക്ഷിത തീക്ഷ്ണത ലഭിക്കുകയുള്ളൂ. ഈശോയുടെ
രണ്ടാം വരവിനായി നല്ല ഓട്ടം ഓടുവാനും ആത്മാക്കളെ നേടാനും നമുക്ക് സാധിക്കണം. അഗ്നി അഭിഷേകത്താൽ നിറയാൻ ദൈവത്തിന്റെ വിശുദ്ധിയിൽ ദൃഢമായ വിശ്വാസവും ദൈവം പറയുന്നത് അക്ഷരം പ്രതി നിറവേറ്റാൻ അനുസരണ ആവശ്യമാണ്. നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങ് അഗ്നിയാൽ എന്നിൽ എഴുന്നള്ളി വരണമേ. എന്നിലെ പാപത്തെ കത്തിച്ച് ചാമ്പലാക്കണമേ. ദൈവസ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. അഗ്നി അഭിഷേകമായി എന്നിൽ കത്തി പടർന്ന് പാപവും പാപശക്തികളും പാപവാസനകളും ചാമ്പലാക്കി എന്നെ കൃപയാൽ ജ്വലിപ്പിക്കണമേ. ആമേൻ.